തിരുവനന്തപുരം പനച്ചമൂട് പ്രിയംവദ കൊലപാതകത്തിലെ 2 പ്രതികളും കുറ്റം സമ്മതിച്ചു എന്ന വിവരം ഈ സമയത്ത് വരുന്നുണ്ട്. ഇന്നലെ അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടുക്കിയതാണ് ഈ കൊലപാതകത്തിന്റെ വിവരം. അയൽവാസിയായ വീട്ടമ്മയെ കൊന്ന് വീട്ടു പരിസരത്ത് കുഴിച്ചുമൂടി എന്ന സംഭവമായിരുന്നു. അതിനുശേഷം ആ കേസിൽ ഇപ്പോൾ പോലീസ് അതിൽ അന്വേഷണം നടത്തുകയും അതിൽ പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു. ആ പ്രതികൾ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. 2 പ്രതികളും കുറ്റം സമ്മതിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിൽ പ്രിയംവദ കൊല്ലപ്പെട്ട സംഭവത്തിൽ മാവുവിള VS ഭവനിൽ വിനോദ് ആണ് ഈ കൊലപാതകം നടത്തിയത്. വിനോദിനെ ഈ കൊലപാതകത്തിൽ സഹായിച്ച വിനോദിന്റെ സഹോദരൻ ചെങ്കൽ വട്ടവിള സ്വദേശി സന്തോഷിനെയും പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു, കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിലിപ്പോൾ ഈ 2 പ്രതികളും കുറ്റം സമ്മതിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സലീം, ഈ പനച്ചമൂട് കൊലപാതകം, അതായത് കട്ടിലിനടിയിൽ കൈപ്പത്തി കണ്ട സംഭവം, അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞ ഈ കേസിൽ പ്രതികൾ 2 പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? GK കേസിൽ നിർണായകമായ വിവരമാണ് ഈ കുറ്റസമ്മതം എന്നുള്ളത്. നിലവിലെ പ്രതി പ്രധാന പ്രതി വിനോദ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വിനോദ് പറയുന്നത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അങ്ങനെ താൻ കൊലപ്പെടുത്തുകയും അതിനുശേഷം കട്ടിലിന് താഴെ സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിനോദ് പറയുന്നത്. സന്തോഷം കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം നടന്നത് താൻ അറിഞ്ഞിട്ടില്ല. അതിനുശേഷം സഹോദരനായ വിനോദ് തന്നെ വിളിച്ചു വരുത്തി. അതിനുശേഷം ഈ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ള കുറ്റം സന്തോഷിന് എതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ കുറ്റവും സന്തോഷം സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ഇരുവരെയും നെയ്യാറ്റിൻകര കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ കേസ് കോടതി പരിഗണിക്കും. അതിനുശേഷം എത്ര ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുശേഷമാകും വ്യക്തമാകുക. അതിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മാത്രമാകും എന്താണ് യഥാർത്ഥ കൊലപാതക കാരണം എന്നുള്ളതിൽ വ്യക്തത വരും. കാരണം നിലവിൽ ഇപ്പോഴും കുറ്റം സമ്മതിക്കുമ്പോഴും ഇന്നലെയും ഒക്കെയും സാമ്പത്തിക ഇടപാടും സാമ്പത്തിക തർക്കവും ഈ കൊല്ലപ്പെട്ട പ്രിയംവദയുമായി തനിക്കുണ്ട് എന്നുള്ളതായിരുന്നു പ്രതി വിനോദ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം പ്രിയംവദയുടെ മക്കൾ തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ അത്തരത്തിലൊരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ 24-നോട് സംസാരിക്കുമ്പോഴും പ്രിയംവദയും വിനോദും തമ്മിൽ സാമ്പത്തിക ഇടപാടോ മറ്റു ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റെന്തെങ്കിലും ഉദ്ദേശം കൊലപാതകത്തിനുണ്ടോ എന്ന് കണ്ടെത്തണം എന്ന് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇരുവരും തമ്മിൽ വഴിത്തർക്കം ഉൾപ്പെടെ നിലനിന്നിരുന്നു. ഈ പ്രിയംവദയുടെ പറമ്പിൽ നിന്നിരുന്ന അയണിപ്ലാവിൽ നിന്നും ചക്ക വീട്ടിലേക്ക് വീഴുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം അത്ര നല്ല നിലയിലായിരുന്നില്ല എന്നുള്ളതാണ് മക്കൾ പറയുന്നത്. അതുകൊണ്ട് ആ നിലയിൽ ഏതെങ്കിലും വൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണം എന്നുള്ളത് അന്വേഷിക്കണമെന്ന് പറയുന്നു. മാത്രമല്ല 3 പവനിലധികം സ്വർണ്ണാഭരണങ്ങൾ പ്രിയംവദയുടെ ശരീരത്തുണ്ടായിരുന്നത് അതിനുശേഷം കാണാനില്ല. ഈ മൃതദേഹം തിരികെ എടുക്കുമ്പോഴും ആ സ്വർണം കാണാനില്ല. അതുകൊണ്ട് സ്വർണം അപഹരിക്കാനുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിന് ഇനി അന്വേഷണം നടത്തണം. ഈ കുറ്റം സമ്മതിച്ചതിനപ്പുറത്തേക്ക് ഒരു കാര്യമായ സഹകരണം പ്രതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇന്നലെ ഈ വീട്ടിലേക്ക് പ്രതിയെ എത്തിച്ച് അതിനുശേഷം പിന്നാലെ പ്രതി അവിടേക്ക് എത്തിച്ചതിന് ശേഷം കാര്യമായ സംസാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നിലവിൽ കൂടുതൽ സമയം മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നില്ല. അതുകൊണ്ട് നിർണായകമായി ഇനി കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം മാത്രമേ ഈ കേസിലെ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. ഈ ഘട്ടത്തിലും സാമ്പത്തിക ബാധ്യതയും സാമ്പത്തിക ഇടപാടുമാണ് കൊലപാതക കാരണം എന്നുള്ള മൊഴിയിൽ വിനോദ് ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ആ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുമില്ല. GK സലീം, ഈ കാര്യത്തിൽ ഇനി ചുരുളഴിയാൻ മറ്റെന്തെങ്കിലും കാരണങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടോ? കാരണം ഇതൊരു സാമ്പത്തിക ഇടപാടായിരുന്നു. മുൻപും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പ്രിയംവദയോട് പണം ചോദിക്കുകയും അതിനെ തുടർന്നുണ്ടായ വാക്ക് തർക്കത്തിനൊടുവിൽ പ്രിയംവദയെ കൊലപ്പെടുത്തുകയുമായിരുന്നു പ്രതി എന്നൊക്കെയാണ് ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ. ഈ കാര്യത്തിൽ തുടരന്വേഷണം ആവശ്യമാണോ? ഇനിയും പുറത്തു വരാത്ത മറ്റെന്തെങ്കിലും വിവരങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്? യഥാർത്ഥ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന വിവരങ്ങൾ ഇനി പുറത്തു വരാൻ ഇരിക്കുകയാണ് എന്നതാണോ പോലീസിന്റെ നിലപാട് ഈ കാര്യത്തിൽ? GK പോലീസും ഇന്നലെ സാമ്പത്തിക തർക്കം എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു കേസിൽ നിന്നത്. അതിനുശേഷമാണ് പ്രിയംവദയുടെ മക്കൾ നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം അത്ര നല്ല ബന്ധമായിരുന്നില്ല ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്, വഴിത്തർക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന മൊഴി നൽകിയത്. മാത്രമല്ല പോലീസ് കേസ് ഉൾപ്പെടെ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടാണോ എന്നുള്ള കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണം. ഇരുവരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എത്ര രൂപയുടെ ഇടപാടുണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം വിനോദിന്റെ മൊഴി മാത്രം വിശ്വാസത്തിൽ
കേസിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ കൊലപാതകം പുറം ലോകത്തെ അറിയിച്ച വിനോദിന്റെ ഭാര്യ മാതാവ് സരസ്വതിയും പറയുന്നത് ഇവർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രിയംവദയുടെ കുടുംബവും ഈ സരസ്വതിയും തമ്മിലും ഒക്കെയും ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് കൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനിയും ചുരുളഴിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എത്രയും വേഗത്തിൽ വളരെ വേഗത്തിൽ തന്നെ പോലീസ് പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ കസ്റ്റഡിയിലേക്ക് കൂടി ആവശ്യപ്പെടുകയാണ് പോലീസ്. മാത്രമല്ല പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ പ്രിയംവദയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാകും കൂടുതൽ വിവരങ്ങൾ കൂടി വ്യക്തമാവുക എന്ന് മനസ്സിലാക്കുന്നു. ഈ കൊലപാതകം ചെയ്ത രീതി, അതെങ്ങനെ ചെയ്തു, എത്ര ദിവസം ഈ ബോഡി ഇവിടെ സൂക്ഷിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രിയംവദ കാണാതെ പോയ ആ ദിവസം തന്നെ കൊലപാതകം നടന്നോ അതല്ല അതിനുശേഷം പിന്നീടോ പിറ്റേ ദിവസവുമാണോ കൊലപാതകം നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ സന്തോഷിന്റെ സഹായം ഈ കൊലപാതകത്തിന് ലഭിച്ചിട്ടില്ല. വിനോദ് ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് വിനോദ് നൽകിയിരിക്കുന്ന മൊഴി. പോലീസും നിലവിൽ എത്തിയിരിക്കുന്ന നിഗമനം അതാണ്. അതിനുശേഷം പിന്നീട് സന്തോഷിനെ ഈ മൃതദേഹം മറവ് ചെയ്യാൻ മാത്രമാണോ വിളിച്ചു വരുത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ച് വരികയാണ്. അങ്ങനെ ഇക്കാര്യങ്ങളിലെല്ലാം ഇനി അവശേഷിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം ലഭിക്കാനുള്ള ഉത്തരം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ജി.കെ. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഈ കൊലപാതകത്തിൽ, അതായത് പനച്ചമൂട് പ്രിയംവദ കൊലപാതകത്തിലെ 2 പ്രതികളും കുറ്റം സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ കൊലപാതക കാരണം പ്രതികൾ പറഞ്ഞതല്ല, അതിൽ മറ്റെന്തോ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന സംശയത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ അത് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. സലിം മാലിക് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.